ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റവ ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. 4 അയല എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമ്മൾ മസാല റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള സൈസിൽ വരുന്ന ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 2-3 മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വലിയ സൈസിലുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമാണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണേ. എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് റവ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു റവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിനീര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം കട്ടിയിൽ നല്ല പുളിപ്പോട് കൂടി പിഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുളിനീര് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരായാലും വിനാഗിരി ആയാലും ഏതായാലും കുഴപ്പമില്ല, ഏതാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1-2 ടേബിൾ സ്പൂൺ മതി. കാരണം നമ്മൾ ഓൾറെഡി പുളിനീര് ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മസാല പുരട്ടിയിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഇനി റവയിലേക്ക് ഇത് കോട്ട് ചെയ്തെടുക്കും, അതുകൊണ്ട് കൂടുതലായിട്ട് തന്നെ മസാല റെഡിയാക്കി കൊടുക്കണം. ഇപ്പം ഞാൻ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതായാലും വറുക്കാതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് കറക്റ്റ് ഒരു അളവും ഇല്ല. നിങ്ങൾക്ക് എത്ര മീൻ എടുക്കുന്നോ അതിനനുസരിച്ച് കോട്ട് ചെയ്യാൻ പാകത്തെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ എന്നിട്ട് എല്ലാ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എല്ലാ മീനിലും കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് മസാല നന്നായിട്ട് മീനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും, റവയും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച് മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റവയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോട്ടിംഗ് ഒന്ന് ഇളകിപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും. ലോ ഫ്ലെയിമിലാക്കരുത് കേട്ടോ മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ റവയൊക്കെ ചേർത്തിട്ടില്ല, അപ്പോൾ ആ കോട്ടിംഗ് ഒന്നും ഇളകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഈ ഒരു അയല തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ മീൻ ഇഷ്ടം എല്ലാ മീനും ഇതുപോലെ ചെയ്തെടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മീൻ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു സൈഡ് ഏതാണ്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് നല്ല പാകത്തിന് കളറൊക്കെ ആയിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ ഉണ്ടാവുക. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഈ റവയുടെ മുകളിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് സെറ്റായിട്ട് ഇനി ആ ഒരു സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിടുക കേട്ടോ.
അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില മുന്നേ ഇടരുത്, എങ്കിൽ നമ്മുടെ കറിവേപ്പിലൊക്കെ കരിഞ്ഞിട്ട് മീനിലൊരു നല്ല ഫ്ലേവർ ഉണ്ടാവില്ല. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി റവ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്